അപ്പോൾ എവറി പ്രൈം നമ്പർ എക്സെപ്റ്റ് 2 ഈസ് ഓഡ്. അത് ട്രൂ ആണോ അല്ലയോ? അതെ ശരിയാണ്. ആകെ ഒരു നമ്പർ മാത്രമേ പ്രൈം നമ്പറിൽ ആകെ ഒറ്റ മാത്രമേ ഈവൺ ഉള്ളൂ, അത് 2 ആണ്, ബാക്കിയെല്ലാം ഓടാണ്. കറക്റ്റാണ്, ട്രൂ. എവറി പ്രൈമിന് ഗ്രേറ്റർ, ഓക്കെ ഇത് കറക്റ്റാണ് അല്ലേ. എല്ലാ പ്രൈമും 5നേക്കാളും വലുതായി നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ എഴുതാൻ പറ്റും, ട്രൂ ആണ്. എവറി നമ്പർ ഓഫ് ദ ടൈപ്പ് എന്ന് വെച്ചിട്ട് ഈ 6k + or -1 എന്ന രീതിയിൽ വരുന്ന എല്ലാ ഫോമിലുള്ള നമ്പേഴ്സും പ്രൈം നമ്പർ ആണെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ 25 ആ രീതിയിൽ വരുന്നത്. കാരണം ഈ 4 ഇട്ടോട്ട് കേക്ക് 4 ഇട്ടൊക്കെ, അപ്പോൾ 6 24 + 1 25 എന്ന് പറഞ്ഞാൽ പ്രൈം ആണോ? അല്ല, കാരണം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. 5 വേറെ 25 ഉണ്ട്. എന്താണ് സം ഓഫ് 2 പ്രൈംസ് ഓഫ് നമ്പർ ഈസ് ഓൾസോ പ്രൈം. അതൊരിക്കലും ഇല്ല. കാരണം 5 പ്രൈമാണ്, 3 പ്രൈമാണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 പ്രൈമാണോ? അല്ല. സോ ദാറ്റ്സ് ഫോൾസ്. എവറി കമ്പോസിറ്റ് നമ്പർ ഹാസ് മോർ ദാൻ 2 പോസിറ്റീവ് ഫാക്ടേഴ്സ്. ശരിയാണ്, എല്ലാ കമ്പോസിറ്റ് നമ്പറും മോർ ദാൻ 2 പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ കമ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ട്രൂ. അടുത്തത് എവറി നാച്ചുറൽ നമ്പർ ഈസ് ഈതർ പ്രൈം ഓർ കമ്പോസിറ്റ്. എല്ലാ നാച്ചുറൽ നമ്പറും പ്രൈമും കമ്പോസിറ്റ് ആണെന്നുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ അത് പ്രൈമും കമ്പോസിറ്റ് ആണോ? അല്ല, 1 ഈസ് നൈദർ പ്രൈം ഓർ നൈദർ കമ്പോസിറ്റ് ആണ്. അടുത്തത് 1 ഈസ് എ സ്മോൾ പ്രൈം നമ്പർ. സ്മോളസ്റ്റ് 1 അല്ല സ്മോളസ്റ്റ് പ്രൈം നമ്പർ, 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ. എവറി ഇറാഷണൽ നമ്പർ ഈസ് റിയൽ. അത് ചോദിച്ചാൽ കറക്റ്റാണ്. ഇറാഷണൽ നമ്പർ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പറേയും കൂട്ടിയിട്ടാണ്. 25.33 റാഷണൽ നമ്പർ. ഇത് റാഷണൽ നമ്പർ ആണോ? അല്ലയോ? ആണ്. കാരണം ഇത് റെക്കറിങ് ഡെസിമൽ ടൈപ്പിൽ വരുന്നതാണ്. റെക്കറിങ് ഡെസിമൽ ടൈപ്പിൽ വരുന്നതാണ്. റെക്കറിങ് റാഷണൽ. ഇതോ? ബട്ട് നോട്ട് റിയൽ നമ്പർ. റാഷണൽ നമ്പർ റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. ഇഫ് എക്സ് ഇസ് എ റാഷണൽ നമ്പർ, x² ഈസ് ഓൾസോ റാഷണൽ. കറക്റ്റാണ്. എക്സ് ഇത് റാഷണൽ ആണെന്ന് വിചാരിച്ചോ? ഓക്കെ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ, എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് റാഷണൽ, ബിക്കോസ് റാഷണൽ ഇൻറ്റു റാഷണൽ ഈസ് റാഷണൽ. സോ ദാറ്റ് മീൻസ് x² ഈസ് ഓൾസോ റാഷണൽ. ഇഫ് എക്സ് ഇസ് ഇറാഷണൽ ദെൻ x² ഈസ് ഓൾസോ ഇറാഷണൽ. അതാകാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ എക്സ് റാഷണൽ ആയിട്ടുള്ളത് √2 ആണ്. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റാഷണൽ, 2 റാഷണൽ ആണ് അല്ലേ. അപ്പം അത് ഇറാഷണൽ ആണ് എന്നാണ് പറയുന്നത്, ഫോൾസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാം? നമുക്കറിയാം എക്സ് റാഷണൽ ആണല്ലോ. ശരി, എക്സ് റാഷണൽ ആണ്. x² എക്സ് റാഷണൽ ആണ്, എക്സ് ഇറാഷണൽ ആണ്. അപ്പോൾ അത് ഇറാഷണൽ ഇൻറ്റു ഇറാഷണൽ, അത് മേ ബി റാഷണൽ ആവാം, അത് ഇറാഷണൽ ആവാം. സോ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവർ ഉറപ്പിക്കുകയാണ് അത് റാഷണൽ ഇറാഷണൽ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. മേ ബി ഇറാഷണൽ ആവാം, റാഷണൽ ആവാം. റാഷണൽ ഇൻറ്റു ഇറാഷണൽ, അത് മേ ബി രണ്ടും ആവാം, ഏതും ആവാം. അപ്പോൾ ഇവിടെ ഓക്കെ ഇവിടെ എക്സും വൈയും ഇൻറ്റീജേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പം x-1 ഒരു ഇൻറ്റീജർ മൈനസ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ. അപ്പോൾ ഇതൊരു ഇൻറ്റീജറാണ്, ഡെഫിനറ്റ്ലി ഇതൊരു ഇൻറ്റീജർ. അപ്പോൾ 2 ഇൻറ്റീജർ മൾട്ടിപ്ലൈ ചെയ്ത് 14 കിട്ടുന്നത്. അതൊക്കെ സാധ്യതകൾ. ഒന്നാമത്തെ ഇൻറ്റീജർ 14 ആവാം, രണ്ടാമത്തെ ഇൻറ്റീജർ 1 ആവാം. അല്ലെങ്കിൽ ഒന്നാമത്തെ ഇൻറ്റീജർ 1 ആവാം, രണ്ടാമത്തെ 14 ആവാം. അല്ലെങ്കിൽ ഇയാൾ 7 ആവാം, ഇയാൾ 2 ആവാം. ഇൻറ്റീജേഴ്സ് ആണല്ലേ. അപ്പോൾ ഇയാൾ -14 ആവാം, ഇയാൾ -1 ആവാം. ശരി, ഇത്രയും ഇൻഫോർമേഷൻസ് ആയി. ഇനിയോ ഇത് തിരിച്ചിട്ടും ആവാം അല്ലേ. -1 ആവാം, ഇയാൾ -14 ആവാം. ഇങ്ങനെ ആവാം. ഫസ്റ്റ് ഞാൻ ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയോ -7 ആവാം, ഇയാൾ -2 ആവാം. പോരാനിട്ടോ ഇവിടെ ഒരെണ്ണം കൂടി മിസ്സായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2ഉം ഇയാൾ 7 ആവാം. ഫസ്റ്റത് 2 പിന്നെ 7 ആവാം. ശരി, ഇനി അടുത്താണെങ്കിലോ തിരിച്ചിട്ട് ആവാം അല്ലേ. -2 ആവാം, ഇവിടെ -7 ആവാം. ശരി, അപ്പോൾ നമ്മൾ പറയുന്നത് ഫസ്റ്റത്തെ സാധനം x-1 14 ആവില്ല. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്ന് പറഞ്ഞാൽ 14 പോലും. സോ എക്സ് എന്ന് പറഞ്ഞാൽ 14 + 1, അപ്പം 15 ആണ്. y-1 എന്ന് പറഞ്ഞാൽ 1 പോലും. അപ്പോൾ y = 2 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇത്, രണ്ടാമത്തെ അങ്ങനെ ഓരോന്നിനും ഇത് x-1 എന്ന് പറഞ്ഞാൽ 1, സോ x = 2 ആണ്. y-, അപ്പോൾ ഇത് 15. എല്ലാത്തിനും ഒന്ന് കൂട്ടി പോയി വരുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 8, ഇത് 3. ഇതാണെങ്കിൽ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ -13, ഒരെണ്ണം കൂട്ടാം, അപ്പം 0. അടുത്തത് ഇതിനകത്തുനിന്ന് ഒരെണ്ണം കൂട്ടാം, അപ്പം ഒരെണ്ണം കൂട്ടിയാൽ 0, ഒരെണ്ണം കൂട്ടാം -13. ഇത് ഒരെണ്ണം കൂട്ടാം ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ -6, -1. ഇതിനൊരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ -1, ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ -6. പിന്നെ 2 7 കൂടി ഉണ്ടല്ലോ. 2 എന്ന് പറഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 3 8. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. 1 2 3 4 5 6 7. നോടി 1 2 3 4 5 6 7 8. ഇവിടെയും സാർ 8 കണ്ടെത്തി. 1 2 3 4 5 6 7 8. ഓക്കെ, കറക്റ്റാണ് മൊത്തം കണ്ടെത്തിയത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇത് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? അത് nx. ഓക്കെ, ശരി, നമ്മൾ ആദ്യം എഴുതി വെക്കാം. n = 27/x - x ആണ്. ശരി, ഇനി ഇവിടെ പറയാന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ടേം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻറ്റീജറാണ്. n എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇയാൾ നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി
ഈ n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇയാൾ നാച്ചുറൽ നമ്പർ ഫസ്റ്റ് ടേമിൻ്റെ നാച്ചുറൽ നമ്പർ ബിക്കോസ് നാച്ചുറൽ നമ്പർ പ്ലസ് നാച്ചുറൽ നമ്പർ മാത്രമേ നാച്ചുറൽ നമ്പർ ആവുള്ളൂ. ഇയാളത് ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ ഇയാളുടെ കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ ഡെസിമൽ പോയിന്റ് ആയി പോകും. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇയാൾ നാച്ചുറൽ ആവണമെങ്കിൽ ഈ 27ൻ്റെ അടിയിലുള്ള എക്സ് ഉണ്ടല്ലോ അത് ഇയാളുടെ ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇയാളുടെ ഫാക്ടേഴ്സാണ് എക്സ്. ഇപ്പോൾ 27 എന്ന് പറഞ്ഞാൽ ആളുടെ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഒരാളുടെ ഫാക്ടേഴ്സ് കണ്ടെത്തേണ്ട അതൊന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യും. പ്രൈം ഫാക്ടേഴ്സ് ഇപ്പോൾ 2 കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് 3 കൊണ്ട് ചെയ്യും. അപ്പോൾ 9 കിട്ടും. വീണ്ടും 3 കൊണ്ട് ചെയ്യും. അപ്പോൾ 3 കിട്ടും. സന്തോഷം. അപ്പം 3/3 എന്ന രീതി കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയൊക്കെ ഈ 3/3 ഉണ്ടല്ലോ ഇതൊന്ന് ഒരെണ്ണം കൂട്ടാം. ഓക്കെ, അതൊരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 4 ആണ്. ശരി, ഇനി അഥവാ ഇങ്ങനെ 2/m ഓക്കെ എന്താ 3/n എന്നെല്ലാം ഉണ്ടെങ്കിൽ ഇയാൾ ഒരെണ്ണമായിട്ട് കൂട്ടാം m+1 ഇൻറ്റു n+1 ഇത്രയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യം ഇയാൾ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 4 വേറെ ആയിട്ട് മൾട്ടിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 4 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് മനസ്സിലായി. 4 ഫാക്ടേഴ്സ് ഉണ്ട്. 27 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്നിട്ട് 1 ഉണ്ടാവും, 27 ഉണ്ടാവും. ഇനി 2 കൂടിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫാക്ടേഴ്സിനെ കണ്ടെത്താൻ 27 9 ഉണ്ട്, 3 ഉണ്ട്. തീർന്നില്ല, 4 ഫാക്ടേഴ്സായി മാക്സിമം. അപ്പം ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടാൻ ഞാൻ ഇപ്പം പറഞ്ഞു എത്ര ഉണ്ടെന്ന്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്രോക്സിമേറ്റ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറൈസേഷൻ തന്നെ നോക്കാൻ ഇവിടെ ഇത് രണ്ടൊരു ഫാക്ടേഴ്സ് അല്ലേ, ശരിയാണ്. ഇതൊരു ഫാക്ടറാണ് 1 ഉണ്ടല്ലോ ഒരു ഫാക്ടർ, 1 ഒരു ഫാക്ടറാണ്. സോ അങ്ങനെ ആ രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് 27 9 ആ രീതിയിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടെത്താം, എന്നിട്ട് ആ ഫാക്ടേഴ്സിൻ്റെ ഈ ഒരു മെത്തേഡ് കണ്ടെത്താം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ആവശ്യമുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വാല്യൂസ് അവിടെ കൊടുക്കാൻ പറ്റും നോക്കാം. 1 കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ 27 - 1 അപ്പം 26. ഓക്കെ ശരി. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 26. അപ്പോൾ 26 n/x എന്നല്ല, അപ്പം 26 1 എന്ന് കൊടുക്കാൻ പറ്റും. ശരി, ഇനി 27 കൊടുക്കാൻ പറ്റും. 27 കൊടുത്തു കഴിഞ്ഞാൽ അത് 1 ആയി. -27 ഓഹോ -26 ആയി. ഇല്ല, ഇത് നാച്ചുറൽ നമ്പറാണ്, n നാച്ചുറൽ നമ്പറാണ്. പക്ഷേ ഇവിടെ കിട്ടുന്നത് -26 ആണ്. സോ ഇത് പറ്റത്തില്ല. 27 കൊടുക്കാനില്ല. 9 കൊടുക്കാൻ പറ്റും. 9 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ആയി അല്ലേ. മൈനസ് എത്രയായിരുന്നു 9 കൊടുക്കണ്ട, ഇവിടെ വീണ്ടും നെഗറ്റീവായി. നാച്ചുറൽ നമ്പറാണ് വേണ്ടത്. സോ ഇത് പറ്റത്തില്ല. 3 കൊടുക്കാൻ പറ്റും. 3 കൊടുത്താൽ 9 മൈനസ് ഞാൻ ഇവിടെ 3 കൊടുത്തു. അപ്പോൾ 9 മൈനസ് പിന്നെ 3 ഇപ്പോൾ 6. ഓഹോ ഇതും പറ്റും അല്ലേ. അപ്പോൾ 2 സാധ്യതകളുണ്ട്. ഒന്ന് 26 1 ആവാം, അതേപോലെ 6 3 ആവാം. ഇതാണ് ഓപ്ഷൻസ്. അപ്പം ഇതും ശരിയാക്കിയിട്ടുണ്ട്. ഗുഡ്. അടുത്ത നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഡിവിസിബിൾ ആണെങ്കിൽ ഇത് ഈ ഒരു എക്സ് എന്ന് പറയുന്ന നമ്പർ ആട്ടോ, ഒരു ഒറ്റ 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പം അത് ഏതാണ് ഡിവിസിബിൾ ബൈ 9 ആവണമെങ്കിൽ ഇപ്പോൾ ഡിവിസിബിലിറ്റി ഓഫ് 9 അറിയണം. ഡിവിസിബിലിറ്റി 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടേംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9ൻ്റെ ഡിവൈസ് ചെയ്യാൻ പറ്റണം. അപ്പം 1 + 2 3 3 3 6 6 4 10 15. അപ്പോൾ 15 + x എന്തായിരിക്കണം, അത് 9 ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 15 എക്സ് ഏറ്റവും അടുത്ത് എക്സിന് 3 ആവും. അന്നേരം 15 + 3 18. അത് 9 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ എക്സിന് ഒരു 3ക്ക് ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഇതാണ് 1 ഡിജിറ്റ് ആയിട്ടുള്ള ഏത് നമ്പർ ഉണ്ട്. 4 പറ്റില്ല, 19 പറ്റത്തില്ല, 5 പറ്റത്തില്ല ബിക്കോസ് 20 വരത്തില്ല, 6 പറ്റില്ല, 21 പറ്റത്തില്ല, 7 പറ്റുക, 22 വരത്തില്ല, 8 പറ്റുക ഇല്ല, 9 പറ്റുക ഇല്ല. അപ്പം അതൊന്നും പറ്റില്ല. ആകെ ഒരു വാല്യൂ എക്സിന് 3 ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതും കഴിഞ്ഞു. ഡിവിസിബിലിറ്റി എല്ലാത്തിനൊന്നും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ അടുത്ത കഴിഞ്ഞ നോട്ട്സിലുണ്ട്, കഴിഞ്ഞ ലെക്ചറിൻ്റെ നോട്ട്സിലുണ്ട് ഡിവിസിബിലിറ്റി. അടുത്തതാ ഇത് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ ഡിവിസിബിൾ ബൈ 4 ആണ് എങ്ങനെ ചെക്ക് ചെയ്യാൻ, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ൻ്റെ ടേബിൾസിലാണ്, 4ൻ്റെ ഫാക്ടേഴ്സാണ്. ദാറ്റ് മീൻസ് ഇവിടെ 1x എന്ന് പറഞ്ഞ നമ്പേഴ്സ്. അപ്പോൾ എക്സിന് എന്തൊക്കെയാവാം, എക്സ് 0 ആയിക്കോട്ടെ. 0 ആയാലും 4 ഇവിടെ പറ്റില്ല, പിന്നെ 1 ആൻ പറ്റില്ല, 2 ആൻ പറ്റുക. പക്ഷേ 2 ആൻ പറ്റും ബിക്കോസ് 2 ആൻ പറ്റും. എക്സിന് 2ന് സാധ്യതയുണ്ട് ബിക്കോസ് 2 4 ഡിവൈഡ് ചെയ്യാം. 12 4 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പറ്റും. 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റും. കാരണം 16 is divided by സോ 6 പറ്റും. പിന്നെ 7 പറ്റുക ഇല്ല, 8 പറ്റുക ഇല്ല, 9 പറ്റുക ഇല്ല, 10 മീൻ അത് എനിക്ക് കഴിഞ്ഞില്ല. 10 ഒന്നും ആഡ് ചെയ്താൽ പറ്റില്ല, ഒറ്റ ഡിജിറ്റ് അല്ലേ. സോ ആക്ച്വൽ 2 or 6 ആണ്. ഇനി ഇത് ആഡ് ചെയ്യുക, അത്ര എന്താ പറയാനും. അടുത്ത ഇയാൾ ഡിവിസിബിൾ ബൈ എക്സ് ആണ് 6 ആവണമെങ്കിൽ ഡിവിസിബിലിറ്റി ഓഫ് 6 കണ്ടെത്തണമെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അതേപോലെ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ അല്ലേ. 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എക്സ് എന്താവണം, ഡെഫിനറ്റ്ലി 0 ആവണം, അല്ലെങ്കിൽ ഈവൺ നമ്പർ ആവണം. അത്രയേ ഉള്ളൂ. 0 2 ആ രീതിയിലുള്ള ആവണം, എന്നാലേ 2 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 0 2 4 6 8 ഈ നമ്പേഴ്സ് ഏതെങ്കിലും ആയിരിക്കണം എക്സ്. എന്നിട്ട് ഈ നമ്പേഴ്സ് എല്ലാം പറ്റണമെന്നില്ല, കാരണം നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2ൻ്റെ കാര്യം. 2 ഡിവിസിബിൾ ആവാൻ സാധ്യതയുള്ള ഈ എക്സ് നമ്പേഴ്സാണ് കൊടുത്തില്ല. ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആവാൻ സാധ്യതയുള്ള നമ്പേഴ്സ് നോക്കണം അല്ലേ. 3 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പറ്റുന്ന ഈ പറഞ്ഞ ടേംസിൽ ഏതൊക്കെയാണത്. 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 6 ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. 6 ചെക്ക് ചെയ്ത് നോക്കിയാലോ. അല്ല അങ്ങനെ ആദ്യം 3ൻ്റെ ഡിവിസിബിൾ ടെസ്റ്റ് എങ്ങനെയാണ്, ഇതെല്ലാം ആഡ് ചെയ്യാൻ 7 13
39, 22, 26. ഓക്കെ, 26 പ്ലസ് എക്സ് ഡിവിസിബിൾ ആവാൻ പറ്റണം. 26 പ്ലസ് എക്സ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3യുടെ ടേബിളിൽ 1, എക്സിന് 1 സാധ്യതയുണ്ട്. പക്ഷേ ഈ എക്സ് 1 ഇതിലില്ല, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. അപ്പോൾ എക്സ് 2 അത് 27 പറ്റത്തില്ല, 28 പറ്റത്തില്ല, അത് 3യുടെ ടേബിൾ. പിന്നെ 4, എക്സിന് 4 ആവും, 4 ഈടെയുണ്ട് ഈടെയും ആവാം അല്ലേ. അപ്പോൾ 4 ആയിക്കഴിഞ്ഞാൽ 30 ഡിവിസിബിൾ ആണ്. അപ്പോൾ 4ന് സാധ്യതയുണ്ട് കേട്ടോ, 4 കറക്റ്റാണ്. ബിക്കോസ് 4 30 ഡിവിസിബിൾ ബൈ 3, സോ ഡിവിസിബിൾ ബൈ 3 ആയിട്ട് വരുന്നുണ്ട്. 4 ഈടെയുണ്ട്, സോ ഇറ്റ്സ് ഓൾസോ ഡിവിസിബിൾ ബൈ 2, സോ 6 കൊണ്ട് ഡിവിസിബിൾ ആയ 4ന് സാധ്യതയുണ്ട്. ഇനി 5 പറ്റുമോ? ഇല്ല, 5 31 പറ്റത്തില്ല. 6 പറ്റത്തില്ല, ബിക്കോസ് 32 നോട്ട് ഡിവിസിബിൾ ബൈ 3. 7 33, പക്ഷേ 7 ഇവിടെ ഇല്ല. 8 കൊടുത്തു കഴിഞ്ഞാൽ 34 ആണ്. 34 നോട്ട് ഡിവിസിബിൾ ബൈ 3, സോ ആകെ ഒരു 4 മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾസ്. ഇതെല്ലാം ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ഡിവിസിബിൾ ബൈ 7. 7ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ആകെ ഒരു മെത്തേഡ് മാത്രം പറയുന്നത്, ബാക്കി നിങ്ങൾ ചെയ്തോളി. ഇപ്പോൾ 1078 അത് മാത്രം പറഞ്ഞുതരാം. ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടല്ലോ, അതിനെ പിടിച്ചിട്ട് ഡബിൾ ചെയ്യുക, അത്ര 16. അത് ബാക്കിയുള്ള നമ്പേഴ്സായിട്ട് മൈനസ് ചെയ്യുക. അപ്പം 1, 10, 0, 10, അപ്പോൾ 91. 91 7 ഡിവൈഡ് ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. 91 ഡെഫിനറ്റ്ലി 7 ഡിവൈഡ് ആവുന്നുണ്ട്. ഇതൊരു നമ്പറാണ്, ഇത് 7 ഡിവൈഡ് ആവുന്ന ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി 9 മൈനസ് ഇതിൻ്റെ ഡബിൾ ലാസ്റ്റ് നമ്പർ 2, എത്ര കിട്ടാം? 7 ഈസ് ആക്ച്വലി ഡിവിസിബിൾ ബൈ 7 അല്ലേ. സോ 1078 ഈസ് ആക്ച്വലി ഡിവിസിബിൾ ബൈ 7. അങ്ങനെ ആ രീതിയിൽ ലാസ്റ്റ് നമ്പർ ഡബിൾ ചെയ്യുക, എന്നിട്ട് ബാക്കി നമ്പേഴ്സ് മൈനസ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന സാധനം ഡിവിസിബിൾ ബൈ 7 ആണ് ചെക്ക് ചെയ്യുക. അഥവാ അതൊരു വലിയ നമ്പർ ആണെങ്കിൽ വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഡൺ. ഇപ്പോൾ നമ്മൾ കേട്ടിക്കാണ് കേട്ടോ. റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്. ശരി, റെക്ടാങ്കുലർ ബോക്സ് ആണെങ്കിൽ നിങ്ങൾ റൂം ചെക്ക് ചെയ്യാൻ. ഓക്കെ, റൂമിൽ എന്താണ് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് അതിൻ്റെ വോളിയം L, B, H എന്ന് പറഞ്ഞാൽ 48 പോലും. അതേപോലെ എല്ലാ എഡ്ജസും കൂട്ടിക്കഴിഞ്ഞാൽ 48 പോലും. അങ്ങനെ ആകുമ്പോൾ എത്ര സെയിം നമ്പർ ഓഫ് എഡ്ജസ്? ഇപ്പോൾ ഒരേ ലെങ്ത്ത് 4 ഉണ്ട്. 4 ലെങ്ത്ത്, 4 ബ്രെഡ്ത്ത്, 4 ഹൈറ്റ്, എല്ലാം കൂട്ടിയിട്ടാണ് 12 എഡ്ജസ് വരുന്നത് ഒരു റെക്ടാങ്കുലർ ബോക്സ്. അങ്ങനെ ആകുമ്പോൾ 4 L പ്ലസ് 4 ബ്രെഡ്ത്ത് പ്ലസ് 4 ഹൈറ്റ് ഈസ് ഈക്വൽ ടു 48 പോലും. അങ്ങനെ ആകുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ L പ്ലസ് B പ്ലസ് H ഈസ് ഈക്വൽ ടു 12 കിട്ടുന്നുണ്ട്. ശരി, അപ്പം ഡെഫിനറ്റ്ലി 3 നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 48 വരുന്നുണ്ട്. അപ്പോൾ 48ൻ്റെ ഫാക്ടേഴ്സ് അത് ചെക്ക് ചെയ്യണം. ഞാനെന്ത് ജസ്റ്റ് ഒന്ന് 48ൻ്റെ ഫാക്ടേഴ്സ് അല്ല ഇത് നോക്കും മെത്തേഡ്. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഫാക്ടറൈസ് ചെയ്യും. അപ്പം 24, 12, 6, 3. അപ്പം നമുക്ക് 2⁴ ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പം 2 ഇൻറ്റു 3 ആണ് എന്ത്? 48. അപ്പോൾ 3 ഇതേപോലത്തെ സാധനങ്ങൾ, 3 L, B, H 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു 3 സാധനങ്ങളെ എടുത്ത് എഴുതുക. എന്നിട്ട് ആ ഒരു 3 സാധനത്തിലുള്ള മാക്സിമം ഇൻറ്റീജർ, ലാർജസ്റ്റ് ഇൻറ്റീജറാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 4 വരുന്നുണ്ട്. അപ്പോൾ 4 പ്ലസ് 6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നോക്കിക്കുക 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ. ഇത് 48 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പറഞ്ഞ സാധനങ്ങളാണ്. ഇവിടെ ഞാൻ 2 എനിക്ക് 4 ആയിട്ട് എഴുതാമല്ലോ. ശരി, 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ 3യും 2യും കൂട്ടി അതിനെന്താ 6 ആയിട്ട് എഴുതാമല്ലോ. ശരി, ബാക്കിയുള്ളൊരു 2 അല്ലേ ബാക്കിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് 4 ഇൻറ്റു 3 to 6 ഇൻറ്റു 2 ഇത് 48 തന്നെയാണ്. 12 48 തന്നെയാണ്. ഓക്കെ, ഇത് 3 ആഡ് ചെയ്തതിന് എന്താ കിട്ടുന്നത്? 12 അല്ലേ. 10 12. അപ്പം നമുക്ക് കിട്ടി 3 സാധനങ്ങൾ, 3 ഡിഫറെൻറ്റ് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടി? 48 കിട്ടുന്ന ഒരു വാല്യൂസ് 3 കിട്ടി. എന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ ലാസ്റ്റസ്റ്റ് ഇൻറ്റീജർ ഏതാണ്? അത് 6 സോ 6 1000 തന്നെ. നമ്പർ ഓഫ് എൻസ്. ഓക്കെ, ഫസ്റ്റ് 20 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 20 പ്രൈം നമ്പേഴ്സ് കുറച്ചുണ്ട്. ഏതൊക്കെയാണ്? 2 3 5 7 11 13 പിന്നെന്താ 17 19 ഇത്രയും ഉണ്ടല്ലേ. അപ്പോൾ ലാസ്റ്റ് എത്ര 0 വരുന്നുണ്ട്? 0 ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? 0 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് നമ്പർ 0 ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് 10 എന്ന് പറഞ്ഞ ടേം വരണം. 10 എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ടെങ്കിൽ മാത്രമേ 0 ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ടേംസ് കാരണം ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ എവിടെയെങ്കിലും 10 ക്രിയേറ്റ് ആവുന്നുണ്ടോ? ഡെഫിനറ്റ്ലി 5 into 10 ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു 10 ക്രിയേറ്റ് ആവുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു 10 ക്രിയേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. 0 എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ആണെങ്കിൽ അവിടെ 10 ഉണ്ടാവണം. 0 എന്ന സാധനങ്ങൾ കുറേ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10 ക്രിയേറ്റ് ആവുന്നതുകൊണ്ടായിരിക്കും ലാസ്റ്റ് ഒരു 0 വരുന്നുണ്ടാവുക അല്ലേ? എൻഡ് എന്ന് പറയുന്നത് അല്ല, ഉള്ളിലൊന്നല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ 10 ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 5 into 2 ആണ്, ഒറ്റ 10 ക്രിയേറ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 0 മാത്രമേ വരത്തുള്ളൂ. സോ 1 0 ഇസ് കറക്റ്റ്. ഇനി അത് 2 raised to 2x. ഓക്കെ, -3 raised to y.
ഈസ് ഈക്വൽ ടു 55. ഓക്കെ, and then 2 raised to x whole square minus 3 raised to y whole square is equal to 55. A square minus b square is equal to minus 3 raised to y. A minus b into 2 raised to x plus 3 raised to y. A plus b എന്ന് പറയാലോ is equal to 55. അപ്പം ഇയാൾ ഡെഫിനറ്റ്ലി എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, ബിക്കോസ് ഇത് എക്സ്പോണൻഷ്യൽ സാധനമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പോസിറ്റീവാണ്, ഇത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, നമുക്ക് അറിഞ്ഞുകൂടാം, എന്തും ആവാം അല്ലേ. അപ്പം നമുക്കിപ്പോൾ കിട്ടുന്ന വാല്യൂ എന്നാ പോസിറ്റീവ് ആണല്ലോ, ഡെഫിനറ്റ്ലി പോസിറ്റീവ് കിട്ടുന്നത്. ഇയാൾ പോസിറ്റീവാണ്, ശരി. അപ്പോൾ ഇയാളും ഡെഫിനറ്റ്ലി പോസിറ്റീവ് തന്നെ ആവണമല്ലോ. രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് കിട്ടണമെങ്കിൽ രണ്ടുപേരും പോസിറ്റീവാണ്. ഒന്നെങ്കിൽ രണ്ടുപേരും പോസിറ്റീവാണ്, രണ്ടുപേരും നെഗറ്റീവാണ്. രണ്ടുപേരും നെഗറ്റീവിനെ സാധ്യത ഒരിക്കലും ഇല്ല, കാരണം ഇയാൾ ഡെഫിനറ്റ്ലി പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാൾ പോസിറ്റീവ് തന്നെയാണല്ലേ, ആണല്ലോ. അപ്പം ഇനി രണ്ട് പോസിറ്റീവ്, ഇനി ഇവർ ഇൻറ്റീജേഴ്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സും വൈയും ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എക്സും വൈ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ 2 raised to അതേപോലെ 3 raised to എക്സ് വൈ എന്നെല്ലാം പറഞ്ഞാൽ അതും ഇൻറ്റീജേഴ്സ് തന്നെയാണ്. അങ്ങനെ ഇൻറ്റീജേഴ്സ് ആഡഡ് ബൈ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അതും ഇൻറ്റീജേഴ്സ് തന്നെയാണ്. സോ ദീസ് ഗൈസ് ആർ ഇൻറ്റീജേഴ്സ്. അപ്പോൾ രണ്ട് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 55 കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം ഈ ഇൻറ്റീജർക്ക് എന്താവാം, ഐദർ 1 ആവാം, 55 ആവാം, അല്ലെങ്കിൽ ഈ ടീച്ചർക്ക് 55 ആവാം, ഇവിടെ 1 ആവാം, ശരി. ഇനി ഈ ഇൻറ്റീജർക്ക് 10 11, ഇയാൾക്ക് 11 ആവാം, ഇയാൾക്ക് 5 ആവാം, അല്ലെങ്കിൽ ഈ ഇൻറ്റീജർക്ക് 5 ആവാം, ഇയാൾക്ക് 11 ആവാം, ശരി. അങ്ങനെ ആകുമ്പോൾ ഇയാൾ 1 ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 raised to x മൈനസ് 3 raised to y is equal to 1 എന്ന് പറയാൻ പറ്റും, ശരി. ഓക്കെ, അതേപോലെ ഇവിടെ ഇയാൾ എത്രയാണ് 1, ഇയാൾ 55 അല്ലേ. അപ്പോൾ 2 raised to x പ്ലസ് 3 raised to y is equal to 55, ഫസ്റ്റത്തെ കേസ്. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇയാളിലാണ് ക്യാൻസൽ. അപ്പം നമുക്ക് പറയാൻ പറ്റും 2 into 2 raised to x is equal to 60 ആണ് 56 പകുതിയാക്കാം. 2 raised to x is equal to 56 by 28 ആണ്. അപ്പോൾ 2 raised to x is equal to 28. അങ്ങനെ ഒരു പോസിബിൾ എക്സ് ഒരു ഇൻറ്റീജർ ഉണ്ട്, 28 വരുന്ന 2 raised to ഇല്ല. സോ ഈ കേസ് ഫസ്റ്റത്തെ കേസ് പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കേസ് അടിയിലുള്ളവൻ ഇപ്പുറം 55. അപ്പോൾ നമുക്ക് പറയാം 2 raised to x മൈനസ് 3 raised to y is equal to 55. അതേപോലെ 2 raised to x പ്ലസ് 3 raised to y is equal to 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 raised to x is equal to 2 times 2 raised to x is equal to 56 എന്ന് വെച്ചാൽ 28. ഇവിടെ നമുക്കില്ലേ വേണമെങ്കിൽ -11 -55 എന്നൊക്കെ എഴുതാം, പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇയാൾ എപ്പോഴും പോസിറ്റീവാണല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫെർദർ സോൾവ് ചെയ്യണം. ഓരോന്നിനും പോസിബിൾ ആണോ ഇല്ലെന്ന് സോൾവ് ചെയ്യുക. ഇവിടെയും സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുക മീൻസ് ഇയാൾക്ക് ഇത് കൊടുക്കുക, ഇയാൾക്ക് ഇത് കൊടുക്കുക, അന്നേരം എക്സും വൈയും സോൾവ് ചെയ്യുക, അന്നേരം ഇൻറ്റീജേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, ഇത് ഈ കുറച്ച് ഇൻഫോർമേഷൻസ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ 1+2 നാച്ചുറൽ നമ്പേഴ്സ് n into n+1/2 ആണ്. ഇത് സീക്വൻസ് സീരീസിൽ പഠിക്കും. എന്താണ് എല്ലാത്തിനും സ്ക്വയർസ് ആഡ് ചെയ്തതിന് എന്താ n into n+1 into 2n+1 ഓൾ ഡിവൈഡഡ് ബൈ 6 ആണ്. എല്ലാത്തിൻ്റെയും ക്യൂബ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, n into n+1/2 ഉണ്ടല്ലോ, നമ്മളെ സാധനം തന്നെ അത് സ്ക്വയർ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. സം ഓഫ് ദി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് 1 3 എന്ന് പറഞ്ഞാൽ n² ആണ്. ഇനി ഈവൺ നമ്പേഴ്സ് ആണെങ്കിലോ എന്ന് പറഞ്ഞാൽ n into n+1 ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എല്ലാം ഒന്ന് തലയിലൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല ഡിവിസിബിലിറ്റി റൂൾസും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. 2ഡ് ഡിവിസിബിലിറ്റി റൂൾ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ എൻഡിലുള്ള സാധനം ഒന്നെങ്കിൽ 2ഡ് ടേബിൾസ് അല്ലെങ്കിൽ എന്താ പറയുക ഈവൺ നമ്പേഴ്സ് ആണോ. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻഡിലുള്ള നമ്പർ 0 അല്ലെങ്കിൽ 2 4 6 8 ആണ്. ഇനി 3ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 4ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 5ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാകുന്ന ഡിജിറ്റ് ഐദർ 0 അല്ലെങ്കിൽ 5 ആണ്. 6ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റണം, ഡിവിസിബിൾ ചെയ്യാൻ പറ്റണം, അത് 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവിടെ വിടുന്നത്. ഓക്കെ, 7ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ലാസ്റ്റത്തെ ഡിജിറ്റിൻ്റെ ഡബിൾ ചെയ്യുക, എന്നിട്ട് ബാക്കി ഡിജിറ്റിനോട് മൈനസ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന ഡിജിറ്റ് ഉണ്ടല്ലോ ആ കിട്ടുന്ന ഡിജിറ്റ് 7 ഡിവൈഡ് ചെയ്യാൻ പറ്റണം, എന്നാലേ ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 8ഡ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള 3 ഡിജിറ്റ്സ് നമുക്ക് 8 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റണം. 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ 3ൻ്റെ പോലെ തന്നെ എല്ലാം ആഡ് ചെയ്യാൻ, കംപ്ലീറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്യാൻ, അത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അന്നേരം ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാം പറഞ്ഞല്ലോ. ഇപ്പോൾ കുറച്ച് ഡയമണ്ട് പോയിൻറ്റ്സ് ഉണ്ട് നോട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോൾ R+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഏത് x + 1/x ഉണ്ടല്ലോ അത് എപ്പോഴും > = 2 ആയിരിക്കും. ഇനി അത് നെഗറ്റീവ് റിയൽ നമ്പർ കേസിലാണെങ്കിൽ x + 1/x ഓൾവേസ് <= -2 ആണെന്നുള്ള കേസ് ഒന്ന് മനസ്സിലാക്കാം.
ഇനി അതെങ്ങനെ വരുന്നു അല്ലേ. അപ്പോൾ അത് അടുത്ത പോയിന്റ് അറിഞ്ഞാൽ എങ്ങനെ ഇതെങ്ങനെ വരുന്നു മനസ്സിലാവും. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ, എ സ്ക്വയർ ഏത് നമ്പറും അത് റിയൽ നമ്പർ ആയിക്കോട്ടെ, കോംപ്ലക്സ് നമ്പർ കാര്യമില്ല കേട്ടോ, കാരണം അയോട്ടിൻ്റെ സ്ക്വയർ -1 ആണ്. അപ്പോൾ അതല്ല പറയുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് ഏത് റിയൽ നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0-നേക്കാളും വലുതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അത് വെച്ചിട്ടാണ് നമ്മളിനി ഫസ്റ്റത്തെ സംഭവം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്നുള്ള കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാണ് √x പ്ലസ് എന്ന് എഴുതാം, പക്ഷേ അത് നമുക്ക് പ്രൂഫിന് ഉത്തരം വരില്ല. അതുകൊണ്ട് √x - 1/√x ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ബിക്കോസ് എന്ത് സ്ക്വയർ ചെയ്താൽ ഇത് റിയൽ നമ്പർ ആണ്, അത് മാത്രമല്ല ഇത് പോസിറ്റീവ് ആണ്, എന്നാലും റൂട്ടിനോട് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എന്ത് സ്ക്വയർ ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. x² പ്ലസ് 1/x -2, കാരണം 2 ഇൻറ്റു ഇത് അത് 2 തന്നെ അല്ലേ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ x + 1/x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. അത് കിട്ടിയില്ലേ, കിട്ടി. സോ ദസ് പ്രൂവ്ഡ്. ഇനി അഥവാ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനമാണ്, -t എന്നായിരിക്കും അല്ലേ, ആണല്ലോ, ശരിയാണ്. ഇനി ഈ ടി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം, ടി എന്ന് പറയുന്ന സാധനം അത് എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം. കാരണം എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറാണെന്ന് പറയുന്നുണ്ട്, ശരി. അപ്പോൾ ഞാൻ അതിനെങ്ങനെ റെപ്രസെൻറ്റ് -t എന്ന്. ഇനി ടി എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടുണ്ട്, എന്താ പ്രശ്നം, നെഗറ്റീവ് പ്ലസ്, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയില്ലേ. ഓഹോ, അങ്ങനെ പാടില്ല. അപ്പോൾ ടി എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആവണം. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ശരി, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. 1/t പ്ലസ് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഈ കംപ്ലീറ്റ് ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും -1/t -t ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് എഴുതാം. ഇനിക്വാളിറ്റി ചേഞ്ച് ആയി. ശരി, -1/t എന്ന് പറഞ്ഞാൽ എന്താണ്, -tയുടെ പകരം എന്ത് കൊടുക്കാം, എക്സ് കൊടുക്കാമല്ലോ. സോ -1/x -x ലെസ് ദാൻ ഈക്വൽ ടു -2. ശരി, ഓ സോറി, അല്ല, -1/tൻ്റെ പകരം എനിക്ക് എക്സ് കൊടുക്കാം. അതേപോലെ -tയുടെ പകരം, സോറി ഞാൻ ഉദ്ദേശിച്ചത് ഇത് 1/x കൊടുക്കാം. ഇതിന് നമുക്ക് എക്സ് കൊടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് കൊടുക്കാം. കാരണം എക്സ് ഈസ് ഈക്വൽ ടു -t നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. നമ്മുടെ നിച്ചോഡ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പറും സ്ക്വയർ തന്നെ ഇൻ ദ ഡൊമൈൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്ക് എന്താ കിട്ടുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടാൻ. പിന്നെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ x + 1/x ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ x + 1/x ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ഡൺ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്, 2 പോയിന്റും കൂടി ഉണ്ട്. ഇനി നമ്മളിൽ കുറേ നമ്പേഴ്സ് ഇങ്ങനെ സ്ക്വയർ ചെയ്തിൽ കുറേ നമ്പേഴ്സ്, ഇതിപ്പോൾ x² + y² ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്താണ്, ഇയാളൊരു പോസിറ്റീവ് നമ്പറാണ്, ഇയാൾ പോസിറ്റീവ് നമ്പറാണ്. എപ്പം പറഞ്ഞേ ഉള്ളൂ അല്ലേ, ഫസ്റ്റ് പോയിന്റ് ഇയാൾ പോസിറ്റീവ്. അങ്ങനെ ആകുമ്പോൾ രണ്ടും പോസിറ്റീവ് ആഡ് ചെയ്താൽ നിങ്ങൾ 0 ആവുന്നുണ്ടോ, ആവും. അതെപ്പോഴാണ്, എക്സും 0 ആവണം, വൈയും 0 ആവണം. അല്ലാത്തൊരു കേസിലും ആവത്തില്ല. കാരണം രണ്ട് നെഗറ്റീവ്സ് 1 - 1 എന്നേരമൊക്കെ 0 ആവും. പക്ഷേ രണ്ട് പോസിറ്റീവ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആണെങ്കിൽ രണ്ടുപേരും 0 ആവണം, എന്നാലേ 0 ആവുള്ളൂ. അത്രേ ഉള്ളൂ. നോർമൽ തല ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു പരിപാടി തന്നെയല്ലേ ആണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കി a + b + c² ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്. അങ്ങനെയാകുമ്പോൾ a = b = 0. ഓക്കെ, ഇനി അടുത്തിലാണെങ്കിലോ ഇവരൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ഇവരൊക്കെ 0 ആണ്. ദാറ്റ് മീൻസ് x² - 1 = 0 ആവണം. അതേപോലെ x = 1 ആവണം, y = 3 ആണ്, ബിക്കോസ് y - 3 = 0. ഇനി x = +or -1 സാധ്യത ഉണ്ട് അല്ലേ, ഇവിടെ x +or -1 സാധ്യതയുണ്ട്. x അതും ആവണം, +or- സാധ്യതയുണ്ട്, ഇവിടെ 1 സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ഡെഫിനറ്റ്ലി ഇത് 0 ആവണം അല്ലേ. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ x -1 ആയിട്ട് കാര്യമുണ്ട്. -1 ആയി കഴിഞ്ഞാൽ ഇത് -2 ഹോൾ സ്ക്വയർ 4 ആവും. അന്നേരം 0 ആവത്തില്ല, അന്നേരം ഇതും 0 ആവത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഇവിടെ -1 സാധ്യത ഇല്ല, ഒരിക്കലും -1 ആവാൻ പറ്റില്ല. x എന്ന് പറഞ്ഞാൽ -1 ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ +or-1 നമുക്ക് ഇവിടെ 1 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിന് ആകെ ഒരു 1 എന്ന് പറഞ്ഞ സാധ്യതയുള്ളൂ. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 0 ആവുന്നുണ്ട്. 1² - 1 0 ആവുന്നുണ്ട്. സോ 1 എക്സിന് 1 ആവാം, വൈക്ക് 3 ആവാം. ഏത് നെഗറ്റീവ് നമ്പർ ആയാലും അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയാലും നമ്മൾ പവേഴ്സ് ഈവൺ ആണെങ്കിൽ അത് നമുക്ക് എപ്പോഴും പോസിറ്റീവ് നമ്പറാണ് കിട്ടുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നോക്കി, ഇവിടെ എല്ലാ പവേഴ്സ് ഈവൺ ആണ്. ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ആർ ഓൾ പോസിറ്റീവ്. അപ്പം പോസിറ്റീവ് ആഡ് ചെയ്ത് 0 ഇട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ 0 ആണ്. ദാറ്റ് മീൻസ് x = 1, y = 2, z = 3/2. കാരണം ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അന്നേരം നമുക്ക് സെറ്റിന് വാല്യൂ ഇത്ര കിട്ടുന്നത്. ഓക്കെ, ആഷിഷ് സർ നോവൽ കോൺസെപ്റ്റ്. എപ്പോഴെങ്കിലും നമുക്ക് കുറേ വേരിയബിൾസ്, വേണ്ടാത്ത കുറേ വേരിയബിൾസ് ഇങ്ങനെ x കിട്ടി, y കിട്ടി, z കിട്ടി, ഇവരൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം, നമ്മൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ നോക്കും. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ടാക്കും, പെർഫെക്റ്റ് സ്ക്വയർസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് അഥവാ ഇക്വേഷന് 0 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ
ആ ഒരു ഓരോ പെർഫെക്റ്റ് സ്ക്വയർസും 0 ആണെന്ന് പറയാമല്ലോ. കാരണം പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈച്ച് പോസിറ്റീവ് നമ്പേഴ്സ് ആർ 0, റൈറ്റ്? ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ x² + y² പ്ലസ് ഇത് ഫസ്റ്റ് അത് x² നമ്മൾ എക്സിൻ്റെ ടേംസിന് ഒരുമിച്ച് എഴുതാണ്. ഓക്കെ, -6x എനിക്ക് 2 × 3 × 1x എന്ന് എഴുതുന്നതിന് തിരക്കായിട്ടുണ്ടോ? ഇല്ല, 2 × 6x എന്നല്ലേ, ശരിയാണ്. ഇനി a² - 2ab. ആഹാ, കൊള്ളാലോ. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഇയാൾ a, ഇയാൾ b. അങ്ങനെ ആകുമ്പോൾ ഇനി വരുന്നത് ഞാൻ എന്താ ആഡ് ചെയ്യേണ്ടത്? എന്താ ആഡ് ചെയ്യണം? ഒരു 3² കൂടി, ദാറ്റ് മീൻസ് 9 ആഡ് ചെയ്യണം. അത് മൈനസും ചെയ്യണം കേട്ടോ, അപ്പം തന്നെ. ഗുഡ്. ആ -9 നമുക്ക് ലാസ്റ്റ് ആയിട്ട് എഴുതാം അല്ലേ, ബിക്കോസ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി മൈനസും ചെയ്യണം, അല്ലാണ്ട് അതിൻ്റെ എഫക്റ്റ് നെഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടിട്ട് ഒരു 9 ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്ലസ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു മെത്തേഡ് y എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. നമുക്ക് ഇനി അടുത്തത് z ആണല്ലോ ഉള്ളത്, അല്ലെ y² ഉണ്ട്. y², അതിൻ്റെ സാധനം എന്തെന്നാ? -2y. -2y ഞങ്ങൾക്ക് എഴുതി ഇങ്ങനെ 2 × y × 1 എന്ന് എഴുതാം. ഇത് a, ഇത് b. ഓക്കെ, അതന്നെ 2y, റൈറ്റ്? പ്ലസ് 1², ഇതാണ് b അല്ലേ. സോ 1². വെറുതെ 1² ആഡ് ചെയ്യാൻ പറ്റില്ല, ഒരു -1 കൂടി ഉണ്ട്. ആ -1 നമ്മൾ ചങ്ങിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാം അല്ലേ. നൈസ്. പ്ലസ് 4z². 4z² സ്ക്വയർ രീതിയിൽ ചെയ്ത് 2z². അതിൻ്റെ ഒപ്പം എന്താ ഉള്ളത്? -4z ഉള്ളത്. -4z എങ്ങനെ എഴുതാം? 2 × 2z × 1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, പ്ലസ് ഇത് a, ഇത് b, ഇത് 2, a² - 2ab പ്ലസ് b², ദാറ്റ് മീൻസ് 1². അത് മൈനസ് ഇവിടെ കൊടുക്കുന്നുണ്ട് എക്സ്റ്റേണലി. പിന്നെ അതിൻ്റെ പേര് എക്സ്റ്റേണൽ ഒരു വാല്യൂ കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ +11 കൂടി ഉണ്ട് കേട്ടോ, +11 കൂടി ഉണ്ട്. അപ്പോൾ -9 11, അപ്പോൾ ഇത് ഫുള്ള് ക്യാൻസൽ ആയി, 0 ആയി. ശരി, ഇനി ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ടേമിന് എങ്ങനെ എഴുതാം? x -3² എന്ന് എഴുതിക്കൂടാ, അതിനാൽ ഈ ടേം. അതുകൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു +9 കൊടുത്തത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെന്ത് മറക്കരുത്? -9 സൈഡ് കൊടുക്കാൻ മറക്കരുത്. അതേ ഇക്വേഷൻ അതേ സൈഡിൽ തന്നെ കൊടുക്കണം. ഇനി ഇതിനാണെങ്കിലോ നോക്കിയോ, y - 1² എന്ന് എഴുതാം. ഇതിനാണെങ്കിലോ 2z -1² എന്ന് എഴുതാം. = ആ 11 ക്യാൻസൽ ആയി, അപ്പോൾ 0 ആയി. ഓക്കെ, 3 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വന്നിട്ട്, ദാറ്റ് മീൻസ് x ഇത് 0 ആവണം, ഇത് 0 ആവണം, ഇത് 0 ആവണം. ദാറ്റ് മീൻസ് x = 3, y = 1, z = 1/2. ഓക്കെ, നമ്മൾ നടത്താൻ XYZ ആണ് നടത്താൻ പറയുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. XYZ 3 × 1 × 1/2, ദാറ്റ്സ് 3/2. സോ ഓപ്ഷൻ ഈസ് ഉത്തരം. ഗുഡ്. അടുത്ത ക്വസ്റ്റിന് സെയിം ടൈപ്പ് തന്നെ. എന്ത് ചെയ്യേണ്ടത്? ഒരേ ടേംസിന് അതും കൊണ്ടുവരിക, എന്നിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക, അന്നേരം നമ്മൾ പോയിന്റ് 3 അപ്ലൈ ചെയ്യുക. ഡൺ. ഓക്കെ, അടുത്തൊരു ഡയമണ്ട് പോയിന്റ് ആണ് ഇത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പല ചാപ്റ്റർ ചെയ്ത സീക്വൻസ് അനാലിസിസിലും ഇൻറ്റഗ്രേഷനും ബൈനോമിയൽ തിയറിലും ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കും. അപ്പോൾ k⁴. ഇപ്പോൾ k² എനിക്കൊരു രീതിയിൽ എഴുതാം. ഇതിങ്ങനെ തന്നെ പഠിക്കണം. നമ്മൾ എന്തിനു പ്രൂഫ് പഠിക്കുന്നത്? നമ്മൾ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ലോജിക്കൽ അനാലിസിസും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസും കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫ്സ് പഠിക്കുന്നത്. അല്ലാണ്ട് ഇതിപ്പം ജയിക്ക് ചോദിക്കണം എന്നില്ല, പക്ഷേ ആ പ്രൂഫ്സ് പഠിച്ചതിന് നമുക്ക് കുറച്ചുകൂടി വാല്യൂസ് നമുക്കൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുക, 2k² - k² എന്ന് എഴുതുന്ന തിരക്കുകളുണ്ടോ? സെയിം സാധനം തന്നെയല്ലേ കിട്ടുക? ശരിയാണ്. ഒന്ന് തിരിച്ചെഴുതി k⁴. ഓക്കെ, k⁴ പ്ലസ് 2k², ശരി, +1 -k² എന്ന് എഴുതുന്നതിന് തിരക്കേടുണ്ടോ? ഇല്ല. ഇനി ഇത് പറഞ്ഞാൽ നോക്കിക്കോ, എനിക്കിതിനെ k² എന്ന് വിളിക്കാം ഈ സാധനത്തിന്. പ്ലസ് 2k² × 1 + 1 a² + 2ab + b² എന്ന് എഴുതാം. ദാറ്റ് മീൻസ് k² + 1² - k². ഈ പറഞ്ഞ ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തിരക്കടില്ല. a² - b², a + b × a - b. അപ്പം k² + 1 - k × a - b, k² + 1 - k². ഇങ്ങനെ നമുക്ക് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഫാക്ടറായിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ എഴുതാം. -k ഇവിടെ വന്ന് ശരിയാണ്, k²